തൂക്കിലേറ്റം കൊണ്ടുവന്ന ഒഴിക്കെ അജയൻ രക്ഷപ്പെട്ടു ചേട്ടാ. കവിതേ, എന്താ ഇതൊക്കെ? എവിടുന്ന് എടുത്താ ഇത്? മുതലാളി, ഇതിൽ ചോരയുണ്ടല്ലോ. നോക്കൂ, ഇവിടെ ഒരുപാട് കത്തിയുണ്ട്. എന്താ മോളെ ഇതല്ല? എന്താ ഇവിടെ നടക്കുന്നത്? വിനായകത്തിന്റെ വണ്ടിയിൽ രക്തം പുരണ്ട കത്തികൾ. പറയുന്നേ, നിങ്ങളുടെ വണ്ടിയിലെ കത്തികൾ എങ്ങനെയാ വന്നത്? അച്ഛൻ എന്തോ സംശയം പോലെ തോന്നുന്നു. നിങ്ങൾ എനിക്ക് വേണ്ടി സ്വഭാവം മാറ്റിയതല്ലേ? സത്യം പറയുന്നേ. നീ മിണ്ടാതിരിക്കെ. നിന്റെ വണ്ടിയിൽ കണ്ട കത്തിയും അതിലുണ്ടായിരുന്ന രക്തത്തിനും നിങ്ങളുമായി എന്തെങ്കിലും ബന്ധമുണ്ടോ? തീർച്ചയായും ബന്ധമുണ്ട്. എന്റെ പക എന്റെ കൂടെ തന്നെ ഉണ്ടായിരുന്നു. കത്തിയെടുക്കേണ്ടതായി വന്നു, ചില പക തീർക്കാൻ. മതിയാ എനിക്ക്. ഇതുപോലൊരു വഴക്കിലാണ് എന്റെ മകൻ മരിച്ചത്. നിനക്ക് കെട്ടിച്ചെന്ന് എന്റെ മോടെ ജീവിതം കളയില്ല. ഈ നാട്ടിൽ ഒരു തുള്ളി രക്തം വീഴരുതെന്ന് ഞാൻ ആഗ്രഹിച്ചു പോയി. എന്നാൽ നീ വീടിനകത്ത് കൊണ്ടുവന്നു. താങ്ങാനാവുന്നില്ല മോനെ. ഇനിയൊരു മരണം എനിക്ക് താങ്ങാനാവില്ല. തൊഴുതു പറയുക, ദേവി ഇത് വീട്ടിൽ നിന്ന് പോണം. എവിടേക്ക് തട്ടിക്കൊണ്ടുവന്നത്? നമ്മളെ ആരെ ഇവിടെ കൊണ്ടുവന്നെന്ന് എനിക്കറിയാം മുത്തശ്ശ. നീ ഒരു ആൺകുട്ടി തന്നെയാടാ. രക്ഷിച്ചില്ലേ ആ കുടുംബത്തെ? നീ ആ കുടുംബത്തെ രക്ഷിക്കാനുള്ള പരിശ്രമത്തില് സ്വന്തം കുടുംബത്തെ മറന്നു കളഞ്ഞില്ലേ നീ? സുരേഷ്, എന്റെ രക്തം ഇവിടെ ഒഴുകുന്നുണ്ട്. ആ പരമേശ്വരന്റെ കുടുംബത്തെ എന്റെ കയ്യിൽ ഏൽപ്പിച്ചിട്ട് നിന്റെ അനിയനെ രക്ഷിക്കാൻ നോക്ക. ഷൺമുഖ, മുരുക, നിങ്ങളുടെ മുഴുവൻ ശ്രദ്ധയും ഇവിടെ ഉണ്ടാകും.
സുരേഷേ! എവിടെടാ നീ രക്ഷിച്ച കുടുംബം? എന്താ നിങ്ങൾ ചെയ്യുന്നേ? നിനക്ക് വേണ്ടത് ഞങ്ങളുടെ ജീവനല്ലേ? എന്തിനാ വിനായകനെ തല്ലുന്നേ? അയാൾക്ക് ഇതുമായിട്ട് എന്താ ബന്ധമുള്ളത്? എന്താ ബന്ധം നിനക്ക് അറിയില്ല അല്ലേ? നിന്റെ വീട് ചുട്ട് ചാമ്പലാക്കാൻ പകയുമായി നടക്കുന്ന എന്റെ മുൻപിലേക്ക് ഇവൻ ഇല്ലാതായാൽ മാത്രമേ അങ്ങനെ സംഭവിക്കൂ എന്നോട് വെല്ലുവിളിച്ചവനവൻ. എന്നിട്ട് നിനക്ക് അറിയില്ല അല്ലേ? ഓടുന്ന വണ്ടിയിൽ വെച്ച് നിന്റെ മകളെ ഇല്ലാതാക്കാൻ നോക്കിയപ്പോ അതിനിടയിൽ കയറി എന്റെ ആളുകളെ വെട്ടിയരിഞ്ഞവനവൻ. എന്റെ ആൾക്കാരിൽ നിന്ന് നിന്റെ കുടുംബത്തെയും ലാറിക്കടിയിൽ നിന്ന് നിന്നെയും രക്ഷിച്ച് ഇവിടം വരെ എത്തിച്ചവനവൻ. ഇപ്പോൾ പോലും നിങ്ങളെ രക്ഷിക്കാൻ വന്ന പുണ്യാത്മാവല്ലേ? നിന്റെ അനിയനെ കൊല്ലുമെന്ന് പറഞ്ഞിട്ടും ഇവൻ നിന്നെ കാണിച്ചു തന്നില്ല. നിന്നെ കൊല്ലുമെന്ന് പറഞ്ഞിട്ടും ഇവൻ നിന്നെ കാണിച്ചു തന്നില്ല. കണ്ണ് തുറന്ന് കാണ്. നിന്റെ കൺമുമ്പിൽ തന്നെ ഓരോരുത്തരെയും ഞാൻ ഇല്ലാതാക്കുന്നത് നീ കാണ്. ഓടാ. ഓ പോ. ഓ കൊല്ലടാ, കൊല്ലടാ. തീർന്നു എന്ന് കരുതിയിട്ടും വീണ്ടും ഈ കുടുംബത്തെ രക്ഷിക്കാനാണോ നിന്റെ തീരുമാനം? അതിനു വേണ്ടി എന്താണോ ഈ കുടുംബം നിനക്ക് ചെയ്തു തന്നത്? ചോറ് വിളമ്പേവളാടാ അമ്മ. അറിവ് പകരുന്നവനാടാ അച്ഛൻ. ഈ കുടുംബം എനിക്ക് ഇത് രണ്ടും തന്നടാ. അന്നും ഒരേ വാക്ക്, ഇപ്പോഴും അതേ വാക്ക് തന്നെയാണ്. ഇത് എന്റെ കുടുംബം. എന്റെ ആളുകളെ തൊടണമെങ്കിൽ എന്നെ മറികടന്ന് തൊട്ടു നോക്കടാ, കാണാം. വിനായക, ഞങ്ങളുടെ ഈ കുടുംബത്തിന് വേണ്ടി നീ എന്തെല്ലാം പ്രശ്നങ്ങളാ തരണം ചെയ്തത് മോനെ. ഇതിനെക്കുറിച്ച് ഒരു വാക്കുപോലും നീ എന്നോട് പറഞ്ഞില്ലല്ലോടാ. എന്റെ ജീവിതത്തിൽ ഞാൻ പഠിച്ചൊരു പാഠമുണ്ട്. സന്തോഷം നമ്മുടെ കൂടെയുള്ള എല്ലാവർക്കും പകർന്നു കൊടുക്കാൻ കഴിയണം. കഷ്ടതകൾ നേരിടേണ്ടി വരുമ്പോൾ തനിയെ നിന്ന് ജയിക്കുന്നവൻ മാത്രമാണ് മനുഷ്യൻ. മറ്റുള്ളവരുടെ ദുഃഖം നിന്റെ ദുഃഖമായി നീ കരുതുന്നു. നിന്റെ നല്ല മനസ്സിന് ഈ ലോകം മുഴുവൻ നിനക്ക് നൽകാം. എന്റെ ലോകം എന്റെ മോള് തന്നെയാണ്. നന്നായി വരും മക്കളെ. അച്ഛൻ്റെ അനുഗ്രഹം കൂടെയുണ്ട്.